നമസ്കാരം എല്ലാവർക്കും ഷേർലീസ് മൈക്രോ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു മഷ്റൂം പെപ്പർ ഫ്രൈ ആണ്. വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒക്കെ ഒരുപാട് ഇഷ്ടമാകുന്ന നല്ലൊരു ടേസ്റ്റി ഡിഷാണിത്. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ചപ്പാത്തി, പൊറോട്ട ഇതിൻ്റെ കൂടെയൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. അതിനു മുമ്പ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത്. ഇത് കാണുന്ന എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ലൈക്കും കമൻസും ഒക്കെ വന്ന് അറിയിക്കാനും മറക്കരുത്. ഞാനിവിടെ ഒരു വലിയ സവാള, ഒരു 4-5 വലിയ വെളുത്തുള്ളി, ഒരു 1.5 ഇഞ്ചിൻ്റെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു സാമാന്യം വലിയ ഒരു ബെൽ പെപ്പർ, അതായത് നമ്മുടെ ക്യാപ്സിക്കം, പിന്നീട് ഒരു പച്ചമുളക്, ഒരു തണ്ട് സ്പ്രിംഗ് ഓണിയൻ ഓപ്ഷണലാണ്, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് 250 ഗ്രാമിൻ്റെ ഒരു ഫ്രഷ് മഷ്റൂം പാക്കറ്റാണ്. ഞാൻ അതുപോലെ ഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ പോവുകയാണ്. ഇത് നമ്മുടെ സവാള അരിഞ്ഞതാണ്. നമ്മളിതൊരു സ്ക്വയർ രീതിയിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഒരു സവാളയെ 4ആയിട്ട് കട്ട് ചെയ്തിട്ട് ഓരോ ഭാഗവും 2ആയിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് വിടർത്തിയെടുത്താൽ മതി. ഈ ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇത് നമ്മുടെ ക്യാപ്സിക്കവും സ്ക്വയർ രൂപത്തിൽ അരിഞ്ഞതാണ്. ബാക്കിയെല്ലാം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ മാത്രം മതി. മഷ്റൂമിനെ ഞാൻ 4ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഒരു മഷ്റൂം നമുക്ക് 4ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം കുറച്ച് വലിയ പീസായിട്ട് തോന്നുമെങ്കിലും നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിലെ വെള്ളമൊക്കെ അങ്ങ് വറ്റിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ചെറിയ പീസായിട്ട് തന്നെ വരും. ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 1-1.5 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചേക്കുന്നത്. ഓയിൽ വെളിച്ചെണ്ണയല്ല, നമ്മൾ സൺഫ്ലവർ ഓയിലോ കനോല ഓയിലോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഓയിൽ യൂസ് ചെയ്താൽ മതി. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയ ഫ്ലെയിം മതി, ഒരുപാട് തീയിലിടണ്ട. ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി വീണ്ടും ഒരു മിനിറ്റിൽ താഴെ ഒന്ന് വഴുന്നതിന് ശേഷം പച്ചമുളകും ആഡ് ചെയ്യാം. ഇത് മൂന്നും കൂടെ വീണ്ടും ഒരു 2-3 സെക്കൻഡ് മതി. ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് വീണ്ടും നമ്മൾക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കാം. സ്പ്രിംഗ് ഓണിയൻ ഇല്ലെങ്കിലും പ്രശ്നമില്ല, ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. ഒരു ചെറിയ നല്ലൊരു മണമൊക്കെ നമ്മുടെ ഡിഷിന് കൂടുതൽ തരും. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സവാളയാണ്. നമ്മുടെ സവാള വഴറ്റുമ്പം കുറച്ച് കഴിയുമ്പോൾ നമ്മൾക്കൊരു പൊട്ടുന്നത് പോലെയുള്ള സൗണ്ട് കേൾക്കാം. നമ്മളിങ്ങനെ ഈ സ്ക്വയർ രീതിയിൽ അരിഞ്ഞു കഴിഞ്ഞാൽ സവാള എപ്പോഴും നമ്മളിങ്ങനെ വഴറ്റുമ്പം ഒരു സൗണ്ട് കിട്ടും. അങ്ങനെ ആകുമ്പോൾ തന്നെ നമ്മുടെ സവാള വഴന്നു തുടങ്ങിയെന്നാണ് അർത്ഥം. ഇനി നമ്മളതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കമാണ് ഇടുന്നത്. ക്യാപ്സിക്കവും ഇട്ട് നല്ലതുപോലെ ഒന്ന് എണ്ണയിൽ ഇത് എല്ലാം കൂടി ഒന്ന് വഴന്നു വരുമ്പോൾ നമ്മളിനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ കൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂൺ ചേർത്തതിന് ശേഷവും നമ്മൾ നല്ലതുപോലെ വീണ്ടും 1-2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കൂണിവിടെ ഏകദേശം മിക്സിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 4-5 മിനിറ്റെങ്കിലും മിനിമം കുക്ക് ചെയ്യണം. ഒരുപാട് ഫ്ലെയിം വെക്കണ്ട, ഒരു മീഡിയം തീയിൽ വെച്ചാൽ മതി. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ അടച്ചു വെക്കാം. 5 മിനിറ്റൊക്കെ കഴിഞ്ഞു. നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ കൂണിൽ നിന്ന് ഇറങ്ങിയ വെള്ളം നമ്മുടെ അടുപ്പിൽ വരെ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ തുറന്നു, ഇതിൻ്റെ അകത്തിപ്പോൾ വെള്ളമുണ്ട്. ഇനി നമുക്ക് തീ കൂട്ടി വെക്കാം. ഇനി തീ കൂട്ടി വെച്ചിട്ട് നമ്മളിത് തീരുന്നത് വരെ ആ മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് ഇത് കുക്ക് ചെയ്യാൻ പോകുന്നത്. ഒരു മിനിറ്റിനകം തന്നെ നമ്മുടെ ഈ വെള്ളം ഒന്ന് വറ്റി വരാൻ തുടങ്ങും. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു 1 ടീസ്പൂൺ കുരുമുളക് പൊടി, നിങ്ങളുടെ എരിവിനനുസരിച്ച് 1 ടീസ്പൂൺ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇത് 1 ടേബിൾ സ്പൂൺ സോയാ സോസാണ്. അത് ഞാൻ ഇനി ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ആ മീഡിയം ഹൈ ഹീറ്റിൽ തന്നെ നമുക്കിത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. നമ്മുടെ സോയാ സോസൊക്കെ നമ്മുടെ മഷ്റൂമിൽ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. ഞാൻ ഒരു കഷ്ണം എടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്, കാരണം ഉപ്പ് നമ്മൾ ഇട്ടിരുന്നില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ നോക്കി, ഉപ്പ് ഒരല്പം കുറവുണ്ട്. ഞാൻ ഇനി ഒരു 2 പിഞ്ച് ഉപ്പ് മാത്രമേ ഇടുന്നുള്ളൂ, കാരണം ഞാൻ യൂസ് ചെയ്ത സോയാ സോസിൽ ഇത്തിരി നല്ല ഉപ്പുള്ളതായിരുന്നു. ഇത് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ്. അതും കൂടെ നമുക്ക് ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് കൂടി നമ്മുടെ ഈ ഡിഷിൽ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മൾക്ക് കിട്ടുന്നത്. അങ്ങനെ നമ്മുടെ മഷ്റൂം പെപ്പർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് നമുക്കിനി ഒരു ഗാർണിഷിങ്ങിൻ്റെ ജോലി മാത്രമേ ബാക്കിയുള്ളൂ. അതും കൂടി ഇട്ടൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഡിഷ് ട്രൈ ചെയ്ത് നോക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണം. ഞാനൊരു മഷ്റൂം
തോരൻ ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ഇനി മറ്റൊരു ഡിഷുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൻ.